ഇൻസ്റ്റഗ്രാമിൽ ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ യുവതിയടക്കം 4 പേർ പിടിയിലായിരിക്കുന്നു. ഇടക്കൊച്ചി സ്വദേശി മേരി സെലിൻ ഫെർണാണ്ടസ്, പ്രഭജിത്ത്, യദു കൃഷ്ണൻ, അജയ് ബാബു എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം മർദ്ദനത്തിനിരയായ ജിബിൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ്. ദേവൻ എം.പിയാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ദേവൻ, ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഏതു രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിയമ നടപടികൾ എങ്ങനെയാകും മുന്നോട്ട് പോവുക? സ്വാതി, കഴിഞ്ഞ 21-ാം തീയതിയായിരുന്നു ആലപ്പുഴ അരിക്കുറ്റി സ്വദേശിയായിട്ടുള്ള ജിബിന് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനത്തിന് ഇരയായത്. അതിന് കാരണമായി സംഭവിച്ച കാര്യമായിരുന്നു ഗുണ്ടയായിട്ടുള്ള സുഹൃത്തിന്റെ പെൺ സുഹൃത്തിന് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹായ് സന്ദേശം, ഒരു ഹലോ സന്ദേശം അയച്ചു. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ ജിബിൻ, അരിക്കുറ്റി സ്വദേശിച്ചിട്ടുള്ള ജിബിൻ ഈ ക്രൂരമർദ്ദനത്തിൽ ഇരയായത്. അന്ന് തന്നെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജിബിന്റെ സഹോദരൻ നിപിൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ അരിക്കുറ്റി സ്വദേശികളായിട്ടുള്ള പ്രഭിജിത്ത്, ഒപ്പം തന്നെ യദു കൃഷ്ണൻ തുടങ്ങിയ 2 പ്രതികളെ അന്ന് പോലീസ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 2 പ്രതികളെയും ഈ സംഭവത്തിന് ശേഷം തന്നെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇവർ ഒളിവിൽ പോയെന്നായിരുന്നു പോലീസ് നൽകിയിരുന്ന വിശദീകരണം. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ 4 പേരെ പ്രതികളായിട്ടുള്ള പ്രഭിജിത്ത്, ഒപ്പം യദു കൃഷ്ണൻ, പിന്നെ കൂടെ ഉണ്ടായിരുന്ന അജയ് ബാബു, ഒപ്പം തന്നെ ഇടക്കൊച്ചി സ്വദേശി മേരി സെലിൻ ഫെർണാണ്ടസ് എന്ന യുവതിയടക്കം 4 പേരെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് ഉച്ചയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും തുടർന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവത്തിൽ അന്ന് പരിക്കേറ്റ ജിബിൻ ഇപ്പോഴും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അന്ന് ജിബിന് അന്നത്തെ മർദ്ദനത്തിൽ വാരിയലിന് ഒടിയുകയും നട്ടലിന് ക്ഷതം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ട്രോമാ കെയറിൽ തന്നെയാണ് ജിബിൻ ഇപ്പോഴും തുടരുന്നത്. ശരി ദേവൻ, ഇൻസ്റ്റഗ്രാമിൽ ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ യുവതിയടക്കം 4 പേരിപ്പോൾ പിടിയിലായിരിക്കുകയാണ്.